നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും നാള് നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കൂടാ നീ. നിനക്കൊരു സംശയം മാത്രം വിളിച്ചു പറഞ്ഞാ മതി. ഈ നേരം വരെ നമ്മുടെ മുമ്പിലൊക്കെ ഉരുകി നിൽക്കുന്നത് ഈ പെൺകുട്ടിയാ. ഇവളോട് നിനക്കിനി എന്താ പറയാനുള്ളത്? പറ. നിങ്ങളുടെയൊക്കെ കണക്കില് ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ നിൽക്കുന്ന പ്രിയങ്കയല്ല, അത് മറ്റൊരു പെൺകുട്ടിയാണെന്ന് നിങ്ങളെ എല്ലാവരും പറഞ്ഞ് മനസ്സാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അതിന് തടസ്സം നിന്നു. ഏത് കാര്യത്തിനും ദൈവം തരുന്ന ഒരു തെളിവുണ്ടല്ലോ, അങ്ങനെയല്ലേ മുത്തശ്ശി പറയുക? ആ തെളിവ് ദേ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. കല്യാണ ദിവസം എന്റെ ക്യാമറയിൽ ഞാനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ തിരഞ്ഞു, കണ്ടില്ല. പക്ഷേ ഇപ്പൊ ഈ ഇരിക്കുന്ന വിവാഹ ആൽബത്തിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് കിട്ടി. എവിടെ കാണട്ടെ വരും. അങ്ങനെ വരും പറയുന്നത് സത്യമാണെങ്കിൽ പകരം വന്ന് കയറി ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമല്ലോ. ആളി കത്തുന്ന തീയില് എണ്ണ പകർന്നു കൊടുക്കണ്ട. ആളി കത്തുന്നത് അവന്റെ മനസ്സല്ലേ മുത്തശ്ശി? കത്തിച്ചത് ഞാനും അല്ല. പിന്നെന്താ എന്റെ പേരില് പ്രശ്നം? ആദ്യം ഇതൊന്ന് കാണട്ടെ, കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും പ്രിയങ്ക മോളെ കണ്ടതും വിവാഹം ഉറപ്പിച്ചതും മണ്ഡപത്തിൽ നിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഞങ്ങളൊക്കെ കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും മണ്ടന്മാരാണെന്ന് അറിയണമല്ലോ. അതെ, ഇതേതായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, ഇനി എന്തായാലും മുന്നോട്ട് പോകുന്ന പ്രശ്നമല്ലമ്മേ. മുത്തശ്ശി, ബിജു, ഈ ആൽബം നിങ്ങൾ പലവട്ടം നോക്കിയതല്ലേ? അതിലൊരു പേജിൽ പോലും ഒഴിഞ്ഞൊരു കോളമില്ലല്ലോ, ഉണ്ടോ? അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആൽബം കൊണ്ടുവന്നതല്ലേ ഉള്ളൂ, അതിലൊരു കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. എന്നാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോട്ടോ ഈ ആൽബത്തിൽ നിന്നും കേറിയെടുത്തതാ. ആര് കീറിയെടുത്ത്? ഞാൻ മുത്തശ്ശി ഇപ്പോഴല്ലേ ഈ ആൽബത്തിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയത്? അതേ, കള്ളത്തരം കാണിക്കുന്നവർക്ക് വലിയ സമയമൊന്നും ആവശ്യമില്ല. കൂടുതൽ ചോദ്യങ്ങളും തെളിവെടുപ്പൊന്നും വേണ്ട. ആദ്യം ഈ ഫോട്ടോ കാണട്ടെ. ഇതാണോ നീ പറഞ്ഞ പെൺകുട്ടി? ഇതിലെവിടെയാടാ പെൺകുട്ടിയുള്ളത്? എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ പ്രശ്നം? ദേ, ഇതല്പം കൂടി പോകുന്നുണ്ട് കേട്ടോ. ഈ ശൂന്യമായ ഫോട്ടോ കാണിച്ചാണോ നീ ഞങ്ങളെ ടെൻഷൻ എടുപ്പിച്ചത്? നോക്ക് നോക്ക്, ദാ വരുൺ. ഈ കുടുംബത്തെ അല്പം കാര്യബോധം ഉള്ളവനാണ് നീയെന്നാ ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. ശേ, ഇത് വളരെ മോശമായിപ്പോയി. മോശമായിപ്പോയി? അതെ, ഈ ഫോട്ടോയില് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച പെണ്ണില്ല. ആ രൂപം അതിൽ നിന്നും അപ്രത്യക്ഷമായത് എങ്ങനെയാണെന്ന് ഒരാൾക്കറിയാം. ഇവൾക്ക് ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്തത് നീയാണ്, അത് കൊണ്ടുപോയി നശിപ്പിച്ചതും നീയാ. സത്യമല്ലേ? എനിക്കൊന്നും അറിയില്ല. ആൽബം
മുത്തശ്ശിയുടെ കയ്യിലിരിക്കുമ്പോഴല്ലേ ഞാൻ അകത്തേക്ക് പോയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? അത് ശരിയാണല്ലോ. പക്ഷേ തെളിവ് ഞാൻ തന്നാലോ? ദേ, ഈ ഫോട്ടോ ഈ ആൽബത്തിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ അത് കീറിയെടുത്ത സ്ഥലത്ത് ഒരു ഒഴിവുണ്ടാവില്ലേ? ആ ഉണ്ടാവും. ആ, ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഈ ആൽബത്തിൽ അങ്ങനെ ഒരു ഒഴിവുണ്ടെങ്കിൽ അത് പലവട്ടം മറിച്ചു നോക്കിയ ബിജു മുത്തശ്ശിയും അത് കണ്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് ആരോ ക്ലിയർ ചെയ്യുന്നല്ലേ? സോ ഈ ഇരിക്കുന്ന ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് സത്യം. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ബിജു, ആൽബം എടുക്ക. ഈ ആൽബത്തിൽ ഒരു കുറവുമില്ല. പിന്നെ നീ ഏത് ഫോട്ടോയുടെ കാര്യമായി പറയുന്നേ? അല്ല മുത്തശ്ശി, വരുൺ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കൽപ്പന. ഈ- എടാ മോനെ, ഇത് നീ ഒരു കവലയിൽ നിന്നല്ല ചെയ്യുന്നത്. ഈ കുടുംബത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നിന്റെ അമ്മയെയും എന്നെയും ഒക്കെ കാവൽ നിർത്തിക്കൊണ്ട്. ഇത്രയും നാള് നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കോടാ നീ. ദേ, നിനക്കൊരു സംശയം മാത്രം വിളിച്ചു പറഞ്ഞാ മതി. ഈ നേരം വരെ നമ്മുടെ മുമ്പിലൊക്കെ ഉരുകി നിൽക്കുന്നത് ഈ പെൺകുട്ടിയാ. ഇവളോട് നിനക്കിനി എന്താ പറയാനുള്ളത്? പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.